ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു മോളിൽ പോകുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്. അപ്പം നാളെയാണ് സ്കൂൾ തുറക്കുന്നത് ഹേനു ബേബിക്ക്. അപ്പോൾ നമ്മൾ അന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹേനു ബേബിനെ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ലുലു മോളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹേനു ബേബിക്ക് നമ്മൾ വാങ്ങിച്ചത് ബാഗായിരുന്നു. ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ ഹേനു ബേബിക്ക് വേണ്ടി ചൂസ് ചെയ്ത ബാഗ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ബ്ലൂ ഗ്രേ എല്ലാ കളറും ഉണ്ട് ഏകദേശം വരുന്നത്. ഈ ബാഗ് എന്ന് പറയുന്നത് അമേരിക്കൻ ടൂറിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബാഗാണിത്. ഇത് ഏറ്റവും കുഞ്ഞു സൈസാണ് കേട്ടോ, ഏറ്റവും കുഞ്ഞു സൈസാണ്. ഞങ്ങൾ കുറേ ബാഗ് ഇതിന് വേണ്ടി നോക്കിയിട്ട് ചിലതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലതൊന്നും അവൻ്റെ സൈസല്ല എന്നൊക്കെ നോക്കി അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ഈ ഒരു ബാഗ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞു സൈസാണ്. ഹേനു ഇട്ടപ്പോഴും അത് കംഫർട്ടായിരുന്നു. ഞാൻ വരുന്ന വീഡിയോയിൽ സ്കൂളിൽ പോകുന്ന വീഡിയോസ് ഇരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഹേനു തൂക്കുമ്പോൾ ഉള്ളത്. പിന്നെ ഇതിന് 1 year വാറണ്ടി പറയുന്നുണ്ട്. ഇത് ബ്രാൻഡ് ആയതുകൊണ്ട്, അമേരിക്കൻ ടൂറിസ്റ്റർ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ 1 year വാറണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സിബിനാണ് മെയിനായിട്ട് വാറണ്ടി പറയുന്നത് അവർ. സിബ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും സിബിന് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സിബാണ് മെയിനായിട്ട് ഇഷ്യൂ വരാൻ, പിന്നെയുള്ളത് ഇഷ്യൂ വരത്തില്ലാന്ന് തോന്നി, എനിക്കറിയില്ല. ഒരുപാട് വെയിറ്റ് നമ്മൾ കയറ്റുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാന്ന് തോന്നണം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. വാങ്ങിയതിൽ എനിക്കും ഹസ്ബൻഡിനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ബാഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ബാഗ് കാണിക്കാൻ വിചാരിച്ചത്. നിങ്ങളും കുഞ്ഞു പിള്ളേർക്ക് സൈസിന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് ഒന്ന് ചൂസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഹേനു ബേബിയുടെ ബാഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന സാധനം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൺഫ്യൂഷൻ അടിച്ചെടുത്തൊരു സാധനമാണ്. ഹേനു ബേബിനെ നിങ്ങൾ വീഡിയോസിൽ കണ്ടാണ്. ഹേനു ബേബിയെ നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഹേനു ബേബിക്ക് സൂട്ട് ആവോ, കറക്റ്റ് ആയിരിക്കും എന്നൊന്നും അറിഞ്ഞൂടാതെ എടുത്തൊരു സാധനമാണ്. ഷൂ ആണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇത് എടുത്തപ്പോൾ കണക്കാവും എന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷ അത്രയും ലൂസായിരുന്നില്ല, പക്ഷെ കുറച്ച് ലൂസാണ്. ഒരു വളരെ കുഞ്ഞു കാലാണ്. അപ്പം സോക്സ് കൂടെ ഇടുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പം ഇപ്പം ഇട്ട് നോക്കിയപ്പോൾ എന്തായാലും കുറച്ച് ലൂസ് ഉണ്ട്. സോക്സ് കൂടെ ഇടുമ്പോൾ ഓക്കെ ആവും തോന്നുന്നു. സോക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല, അവർ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്കുള്ള സോക്സ് കാര്യങ്ങൾക്ക്. ഷൂ മാത്രമാണ് നമ്മളോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സോക്സ് അവിടെ നിന്ന് കിട്ടിയതിന് ശേഷം ഹേനു ഫുൾ യൂണിഫോമിൽ വരുന്ന ദിവസം ഞാനിത് ഇടുന്നത് ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നതാണ്. അന്ന് നമുക്കറിയാം ഇത് കറക്റ്റ് ആവുമോ എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചെടുത്ത സാധനം ആണ് ഷൂസ്. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഒരു ലഞ്ച് ബാഗാണ്. ഇത് ലുലു മോളിൽ തന്നെയാണ് ഞാൻ ഇതും പർച്ചേസ് ചെയ്തത്. ഇത് ലുലു മോളിൽ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, കാരണം ഈ സെയിം മോഡൽ ഒത്തിരി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇത് വാങ്ങിയ സമയത്ത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ആവശ്യം എൻ്റെ കുഞ്ഞിനുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതിനകത്ത് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ അങ്ങ് മാറി. കാരണം അവനെ കൊണ്ട് ബാഗിൽ അത്രയും വെയിറ്റ് നമ്മൾ ചുമപ്പിക്കണ്ടല്ലോ. ഇത് സെപ്പറേറ്റ് അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം അത് നോക്കോളൂ. പിന്നെ ഉള്ളത് ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു വലിയൊരു ഹാങ് വരുന്നുണ്ട്, പിന്നെ ഒരു ചെറിയൊരു വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കംഫർട്ടായിട്ട് ഇരിക്കാം. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ മെറ്റീരിയലിന് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊക്കെ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. നല്ല മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വരുന്നത് ഇതിൽ വരുന്ന ഓപ്പൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓപ്പൺ വരുന്നുണ്ട്. സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഫോക്ക് സ്പൂണൊന്നും സെപ്പറേറ്റ് വെച്ച് കൊടുക്കണമല്ലോ. ചെറിയ ടവൽ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ടവൽ കൂടെ വെക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാനുള്ളൊരു സ്പേസ് അവരിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് മെയിനായിട്ടുള്ളൊരു ഓപ്പൺ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. വലിയ സ്പേസ് ഇവിടാണ് ഒരു വലിയ സ്പേസ് വരുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ
സെപ്പറേറ്റ് ഒരു പോർഷനും കൂടി വെക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് വാട്ടർ ബോട്ടിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്ത് ഹാങ് ചെയ്ത് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതെല്ലാം ഇതിനകത്ത് ഒറ്റ കുടക്കീഴിൽ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെല്ലോയുടെ ലഞ്ച് ബോക്സ് ആണ്. ഇത് ഏറ്റവും ചെറിയ സൈസാണെന്ന് തോന്നുന്നു. ഇതില് ഞാൻ ചെറിയ സൈസ് നോക്കി എടുത്തതാണ്. ഇതുപോലത്തെ 2 ഞാൻ എടുത്തു. ഒന്ന് സ്നാക്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് സ്കൂളിൽ സ്നാക്സ് ഒന്നും കൊണ്ടുപോയിക്കൂടെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനും ഒന്ന് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് 2 ഞാൻ സെയിം ഇതിലെടുത്തു. അപ്പം ഞാൻ ഒരെണ്ണം അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കാരണം രണ്ടും സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കാണിച്ചതാന്ന് പറഞ്ഞത്. ഇതുപോലെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. പിള്ളേരുടെ സാധനം ആയതുകൊണ്ട് തന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. 4 സൈഡും നമുക്ക് ക്ലിപ്പ് വരുന്നുണ്ട്. കംഫർട്ടായിട്ട് വെക്കാം കേട്ടോ. 4 സൈഡും ക്ലിപ്പ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രം ഇവിടെ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് വരുന്നത് അടപ്പിൽ മെയിനായിട്ട് ഇവിടെ ഒരു റബ്ബർ ബുഷ് വരുന്നത് കാരണം നമുക്ക് ലീക്കേജ് അടിക്കത്തില്ല. കുഞ്ഞുങ്ങളെ കറി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അഥവാ അതെങ്ങാനും ഒന്ന് ലീക്കായി കഴിഞ്ഞാലും പുറത്തോട്ട് വരാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. സംഭവം എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത്. കാരണം ഇതിന്റെ സൈഡിലൊന്നും ഇങ്ങനെ അഴുക്ക് വെച്ചിട്ട് ഇരിക്കത്തില്ല. വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് നമുക്ക് കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞുണ്ട്. ഇതിലും 4 സൈഡില് ക്ലിപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. സെയിം ഇത് തന്നെയാണ്. ബുഷ് വരുന്നുണ്ട്. പ്ലസ് ഇതിനകത്തും അതുപോലെ തന്നെയാണ് ഇത് കുഞ്ഞ് പാത്രമായിട്ടാണ് വരിക. അപ്പൊ അതും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴുകാൻ പറ്റും. ഈ സെയിം ഇത് തന്നെയാണ് അതിലും വരുന്നത്. പിന്നെ ഇത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചതിന് ശേഷം ഒരു പോർഷനിൽ നമുക്ക് ഫുഡ് വെക്കാം, ഒരു പോർഷനിൽ കറി എന്തെങ്കിലും വെച്ച് ഇതിന് വെച്ചതിന് ശേഷം വെച്ച് ഒരുമിച്ച് ലോക്ക് ചെയ്യും. നമുക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അടപ്പ് വേണ്ടാന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ചെറിയ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ചോറെന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് തോരനോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണെങ്കിൽ ഇതിന്റെ പുറത്ത് എന്തെങ്കിലും ഒത്തിരി ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ജസ്റ്റ് സൈഡിൽ വെച്ച് കൊടുത്ത് വിടാനും പറ്റും. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാത്രമാണിത്. അപ്പൊ ഇതാണ് ഏനു ബേബിക്ക് വേണ്ടി മേടിച്ച വേറൊരു ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. ഈ സെയിം ഇത് തന്നെയാണ്. ഞാൻ തുറന്ന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ സെയിം ഇത് തന്നെയാണ്. സെയിം ഇതാണ്. 2 എണ്ണമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 2 സെല്ലോടെ തന്നെയാണ്. അപ്പോൾ ഇത് 2 ഏനു ബേബിയുടെ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത് നമ്മൾ വാങ്ങിയ സാധനമാണ് ഹേനു ബേബിക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ. കുഞ്ഞിന് ഇത്രയും വാട്ടർ മതിയോ, ഇത് കുറഞ്ഞു പോയില്ലേ, ചെറുതായി പോയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. കാരണം ഞാനിപ്പം അവന്റെ സൈസിന് പറ്റി അവന് കംഫർട്ടബിൾ ആയിട്ട് പിടിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ ബോട്ടിലാണ് ഞാൻ എടുത്തത്. മാത്രമല്ല സ്കൂളിൽ പ്യൂരിഫയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ വാട്ടർ തീർന്നു കഴിഞ്ഞാൽ അവർ തന്നെ അത് റീഫിൽ ചെയ്ത് കൊടുക്കും. അപ്പം ഈ ടൈപ്പ് എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും കുഞ്ഞിന് കംഫർട്ടബിൾ ആയിട്ട് കുടിക്കാൻ ആണെങ്കിൽ പിന്നെ നമുക്ക് സിലിക്കോണിന്റെ സ്ട്രോ ടൈപ്പ് ഒക്കെ കിട്ടുമല്ലോ, അത് മേടിച്ചാൽ പോരാണെന്നാണ്. സ്കൂളിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പാരൻസിനെ വിളിച്ചിട്ട് അവിടുത്തെ പ്രിൻസിപ്പളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കൊടുക്കരുത്. കാരണം കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അതിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കുക. അപ്പം വെള്ളം കുടിച്ചിട്ട് തിരിച്ച് അവരുടെ വായിലെ ആ വേസ്റ്റും കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഇങ്ങോട്ട് പോകും. എന്തായാലും കുപ്പിക്കുള്ളിൽ തിരിച്ചു പോകുന്ന സമയത്ത് ആ വേസ്റ്റ് അവിടെ കിടക്കും. പിന്നെയും കുഞ്ഞ് ആ വെള്ളം തന്നെയാണ് കുടിക്കുക. അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് പറഞ്ഞത് ഈ സ്ട്രോ വരാത്ത ടൈപ്പ് എടുക്കുക, സാധാരണ നോർമൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. പിന്നെ ഞങ്ങള് ഇതൊരു എന്താ പറയാ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ്. കാരണം പ്ലാസ്റ്റിക്കിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ബോട്ടിൽ. പിന്നെ ഇതിന്റെ പുറത്ത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ചുരണ്ടിയൊക്കെ നോക്കിയായിരുന്നു, അത് ഇതിലൊന്നും റിമൂവ് ആവുന്നില്ല. ഇനി റിമൂവ് ആവുമെന്ന് എനിക്കറിയില്ല, ഇത് പോകുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ യൂസ് ചെയ്ത് ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും.
നമ്മളെടുത്തൊരു സാധനമാണ് ഈ ക്ലോത്ത് എന്ന് പറയുന്നത്. ലഞ്ച് ക്ലോത്ത് ആണിത്. ഇതൊരു 3 ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. ഇത് റേറ്റ് വളരെ കുറച്ച് കിട്ടിയൊരു ക്ലോത്ത് ആണ്. കാരണം നമുക്കിപ്പം ഇത് കുഞ്ഞുങ്ങൾക്കൊരു 3 മന്ത്സ് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ ടവൽ എന്ന് പറയുന്ന സംഭവം. അപ്പം ലഞ്ച് ടവലായിട്ടാണ് നമ്മൾ എടുത്തത്. ഇത് വേറെ യൂസിന് പറ്റും കേട്ടോ. ഹാൻഡ് ടവലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. 3 മാസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതില്ല. അപ്പം അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. ക്ലോത്ത് കണ്ടപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അപ്പം ഇത് കൊടുത്ത് വിടുമ്പോൾ അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. കാരണം നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ആ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം ഈ 3 ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലോത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 119 ആണ്. പക്ഷേ നമുക്ക് ഓഫറിന് ഇത് കിട്ടി 59 ഉണ്ടായിരുന്നുള്ളൂ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 എടുത്തായിരുന്നു. വളരെ ഓഫറിന് കിട്ടിയതാണ്. ലുലുമാളിൽ കുറേ സാധനങ്ങൾക്ക് ഇതുപോലെ ഓഫർ ഉണ്ട് കേട്ടോ. അപ്പം ബാഗ് ബുക്കൊക്കെ മേടിക്കണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കുക. നമുക്ക് 20% ഒരു ഓഫ് കിട്ടിയ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഹേനു ബേബിക്ക് വേണ്ടിയിട്ട് സ്കൂൾ റിലേറ്റ് ചെയ്ത് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹേനു ബേബിയുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ വരുന്നതാണ്. ബൈ.